പക്ഷേ എൻ്റെ ചോദ്യം അതായിരുന്നില്ല. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ബാബറി പള്ളി തകർന്നിടത്ത് ഉയരുന്ന ഒരു രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തേണ്ടതുണ്ടോ ഈ മതേതര ഇന്ത്യയിൽ എന്ന ചോദ്യമാണ്. അവിടെ ശശി തരൂർ എടുത്ത നിലപാട് എന്താണ്? ഞാൻ ഇപ്പോൾ പോകുന്നില്ല, പിന്നീട് രാമക്ഷേത്രം സന്ദർശിക്കുമെന്നാണ്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? താങ്കൾ രാമഭക്തനാണെന്നാണ്. ഞാൻ പറയുന്നത് ബാബറി പള്ളി തകർത്തിടത്ത് ഇന്ത്യയുടെ സെക്കുലാർ ഫാബ്രിക് തകർക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാകേണ്ടതെങ്കിൽ കോൺഗ്രസിന് രണ്ടു വട്ടം ആലോചിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു സംഘടനയെ സംശയത്തിന്റെ അല്ലെങ്കിൽ അവർക്ക് ആശയക്കുഴപ്പത്തിന്റെ നിഴലിൽ നിർത്തിയത്? അവരുടെ അവ്യക്തതയായിരുന്നു അവിടെ ഉണ്ടായില്ല. അത് ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾക്കും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ സമാജ്വാദി പാർട്ടി അവരവസാനം വരെ പങ്കെടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് അവരുമായിട്ട് ആശയവിനിമയം നടത്തി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയും, അന്ന് നിതീഷ് കുമാർ പോലും, ഇപ്പോൾ BJPയോടൊപ്പം ചേർന്ന നിതീഷ് കുമാർ പോലും അതിൽ പങ്കെടുത്തില്ലല്ലോ. അത് കൂട്ടായ ചർച്ചയുടെ വിജയമാണ്. അപ്പോൾ അങ്ങനെ CPM എന്ന് പറഞ്ഞാൽ CPM ഭൗതികവാദികളാണ്. നേരെ മറിച്ച് കോൺഗ്രസ്സിൽ എല്ലാവരും ഉണ്ട്. കോൺഗ്രസ്സിലുണ്ട് ഭൗതികവാദികൾ. ഇപ്പോൾ നിങ്ങൾ സത്യം പറയുകയും ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, കോൺഗ്രസിൻ്റെ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ VT ബൽറാം, അദ്ദേഹം 2 തവണ നിയമസഭാ സാമാജികനായിട്ടും എടുത്ത് ദൃഢപ്രതിജ്ഞയാണ്. കേരളത്തിൽ അതിന്റെ പേര് സഗൗരവം. അല്ല, ഞാൻ ചോദിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിനകത്തും 2 അഭിപ്രായം ഉണ്ടായിരുന്നു ഈ രാമക്ഷേത്രത്തിൽ? ഇല്ല, അതിൽ 2 അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഉറപ്പാണ്. അക്കാര്യത്തിൽ ആരും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ശശി തരൂരും ശക്തമായിട്ട് BJPയുടെ നിലപാടിനെ അധികം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ചോദിക്കുന്നത് താങ്കളും ശശി തരൂരും ഒക്കെ രാമഭക്തന്മാരാണ് എന്ന് പരസ്യമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു എന്നതാണ്. അല്ല, ഇത് ശ്രീരാമന്റെ ഹോൾസെയിൽ അങ്ങ് BJPക്കാരെടുത്തിട്ട് ഞങ്ങൾ ഭക്തന്മാർ, നിങ്ങൾ ഭക്തിയില്ലാത്തവരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശ്രീരാമനും ഞങ്ങളുടെ ശ്രീരാമനും ഏറ്റവും വ്യത്യാസമുണ്ട്. കാരണം മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമൻ. ആ മര്യാദ പുരുഷോത്തമനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു താങ്കൾ നടത്തിയത്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രമല്ല, ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതത്തിൻ്റെയും അവകാശമില്ല. അതെ, അവകാശമില്ല. അത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതാണ് NSS പോലും പറഞ്ഞിട്ടുള്ള എന്താ, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിലുണ്ടെന്നല്ലേ. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. എല്ലാ പാർട്ടിക്കാരും എല്ലാ ചിന്താഗതിക്കാരും ഉണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നയം എന്ന് പറയുന്നത് സെക്കുലറാണ്. ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടേ പാർട്ടിക്ക് തീരുമാനം എടുക്കാൻ കഴിയും. ശരി, ഈ പദവികൾ ലഭിക്കുന്നതും ലഭിക്കാതിരിക്കുന്നതിനുമൊക്കെ പല പല കാരണങ്ങൾ ഉണ്ടാകാം. അതൊന്നും പറയേണ്ട ഒരു സാഹചര്യമല്ല ഇത് എന്ന് താങ്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ താങ്കൾ മുമ്പ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു ക്ഷണിതാവ് പോലും തങ്ങളെ ആക്കിയില്ല. ഇപ്പോൾ ഇന്നലെ വന്ന കനയ്യകുമാറിന് പോലും അങ്ങനെ ഒരു അർഹത അല്ലെങ്കിൽ ഒരു പദവി ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ രമേശ് ചെന്നിത്തല പോലെ ഒരു മുതിർന്ന നേതാവും ഇപ്പോഴും അദ്ദേഹം ഒരു ക്ഷണിതാവ് മാത്രമായി CWC നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ തടയപ്പെടുന്നുണ്ട് എന്നതൊരു വസ്തുതയല്ലേ കോൺഗ്രസ്? അല്ല, ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന് പുറത്തു പോകേണ്ടി വന്നെങ്കിലും ഒരിക്കലും ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം സ്വീകരിച്ച ആളല്ല ഞാൻ. കോൺഗ്രസിൻ്റെ പ്രസക്തി അംഗീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മറ്റു മാർഗങ്ങൾ തേടുക. ആ സമയത്ത് പോലും ദേശീയ നേതൃത്വത്തെ താങ്കൾ കണക്കറ്റ് വിമർശിച്ചിരുന്നു. കോൺഗ്രസ് സംസ്കാരം തൊട്ട് തിണ്ടിയിട്ടില്ലാത്ത ആളാണ് സോണിയാഗാന്ധി എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ പേഴ്സണലായിട്ട് ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന്. ഞങ്ങൾ പുറത്താക്കിയപ്പോൾ പിന്നെ അറ്റാക്ക് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും, അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ പ്രസക്തിയെയും കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിനെയും ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. ഞാൻ പറയാം, കോൺഗ്രസ്സിന് പുറത്തുപോയ ഘട്ടത്തിലൊക്കെ എല്ലാ വർഷവും ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ചരമദിനം ഒക്കെ ആചരിച്ചിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ DIC എന്ന് പറഞ്ഞാൽ എന്താ, ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്നായിരുന്നു. അപ്പോഴും നെഹ്റു കുടുംബത്തിനെയോ ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയെ പോലും ഞങ്ങൾ നെഞ്ചിലേറ്റി നടന്നവരാ. തള്ളി പറഞ്ഞില്ല, നെഞ്ചിലേറ്റി നടന്നവരാ. അതുകൊണ്ടാണല്ലോ പാർട്ടിക്ക് തന്നെ പേര് ഇട്ട് ഇന്ദിരാഗാന്ധിയുടെ പേര്. ഇന്ദിരാഗാന്ധിയുടെ എല്ലാ നയങ്ങളോടും അന്ന് ഇന്ന് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കോൺഗ്രസ് വിട്ടൊരു സംസ്കാരത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോവില്ല. പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തതയോടുകൂടി അഭിപ്രായം പറയുന്ന ആളാണ് ശ്രീ K മുരളീധരൻ. എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂവറെ സംബന്ധിച്ചും താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്, കാരണം താങ്കൾ അതിലൊന്നും ഒഴിഞ്ഞു മാറാറില്ല. ഞാൻ പക്ഷേ വ്യക്തതയില്ലാത്തൊരു പരാമർശം കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തോന്നി. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു 3ാം സീറ്റ് ചോദിച്ചപ്പോൾ ശ്രീ K മുരളീധരൻ പറഞ്ഞു അതിനവർക്ക് അർഹതയുണ്ട്, ചോദിക്കട്ടെ എന്നാണ്. പക്ഷെ അതേ താങ്കൾ തന്നെ പറഞ്ഞു സിറ്റിംഗ് MP മാരിൽ K സുധാകരൻ ഒഴികെ, അതായത് കണ്ണൂരിൽ ഒഴികെ ബാക്കി എല്ലാവരും സിറ്റിംഗ് MP മാർ തന്നെ മത്സരിക്കുമെന്നാണ്.
അപ്പോൾ ഈ മൂന്നാം സീറ്റിന് പ്രസക്തി ഉണ്ടെന്ന് പറയുകയും അതേസമയം തന്നെ എല്ലായിടത്തും കോൺഗ്രസിന്റെ മത്സരം ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു അവ്യക്തത. അല്ല, അത് ഇപ്പോൾ ലീഗ് ആവശ്യപ്പെട്ട് ഇന്ന സീറ്റ് വേണമെന്നല്ല പറഞ്ഞു. മലബാറിൽ ഞങ്ങൾക്കൊരു സീറ്റ്, കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തികളെ മലബാറിലാണല്ലോ. അപ്പോൾ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒന്നുകിൽ ആ സീറ്റ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട്, ഇങ്ങനെയൊരു ഓപ്ഷൻ ഇട്ടിട്ട് അവർ ചോദിച്ചു. അല്ലാതെ ഇന്ന സീറ്റ് നിർബന്ധമായിട്ട് വേണം എന്നവർ പറഞ്ഞിട്ടില്ല. സിറ്റിംഗ് MP മാരുടെ സീറ്റുകൾ അവരാവശ്യപ്പെട്ടിട്ടില്ല. അവരാവശ്യപ്പെട്ടത് 2 സീറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേക്കൻ്റാണ്, അതിൽ കണ്ണൂർ മലബാറാണ്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട്. അത് ചോദിക്കാനുള്ള അർഹത അവർക്കുണ്ടല്ലോ. ഞാൻ പറയാം, മുസ്ലിം ലീഗ് 2 ഒരു ഇലക്ഷനിൽ 1984 ലോക്സഭാ ഇലക്ഷൻ, അന്ന് കെ കരുണാകരൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് മുസ്ലിം ലീഗിന് 3 സീറ്റ് കൊടുത്തിരുന്നു. അന്ന് മഞ്ചേരി പൊന്നാനിക്ക് പറഞ്ഞ് കാസർഗോഡ് സീറ്റും കൂടെ അവർക്ക് കൊടുത്തു, അനൗൺസ് ചെയ്തു സീറ്റ്, 3 സീറ്റും ലീഗിന്. അവർ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി വരെ പ്രഖ്യാപിച്ചിട്ട് അടുത്ത ദിവസം അവർ പറഞ്ഞു കോൺഗ്രസ് മത്സരിച്ചാലാണ് ജയസാധ്യത കൂടുതൽ. ആ സീറ്റ് അവർ തിരിച്ചു വന്നു. അതുപോലെ തന്നെയാണ് ലീഗ് തിരിച്ചു വന്നതിന് ശേഷം 91 അന്ന് വടകര അവർക്കാണ് കൊടുത്തത്. അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ക്യാൻഡിഡേറ്റിനെ പുട്ടപ്പ് ചെയ്യുന്നില്ല, നമുക്കെല്ലാം സ്വീകാര്യനായിട്ടുള്ളൊരു സ്വതന്ത്രൻ. അങ്ങനെയാണ് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച രത്നസിംഗിനെ സ്വതന്ത്രനാക്കി നിർത്തിയത്. അപ്പോൾ അതൊക്കെ സ്ഥാനാർത്ഥിത്വം, അതെ, അതൊരു വിവാദം വന്ന് BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തതുകൊണ്ട് ആണ് കോലീബി എന്ന് പറഞ്ഞത്. BJP നിർത്തിയില്ല സ്ഥാനാർത്ഥി, അതുകൊണ്ട് പറ്റിയതാണ്. അപ്പോൾ 3 അർഹത അവർക്കുണ്ട്. അപ്പോൾ പരിഗണിക്കപ്പെടേണ്ടതാണ് ഇത് ഇക്കുറിയും. അത് അല്ല, അതുകൊണ്ടാണല്ലോ പാർട്ടി പരിഗണിക്കുന്നുണ്ടല്ലോ. പാർട്ടി 14-ാം തീയതി എന്തിനാണ് ആ യോഗം മാറ്റിയത്? എന്തിനാണ്? ഞങ്ങൾ കഴിഞ്ഞ 5-ാം തീയതി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനൊരു ഡിമാൻഡ് അവർ പറഞ്ഞു. ചില മീഡിയയിൽ വാർത്ത വന്നു, ഇപ്പോൾ 24-ലും വന്നു, അതായത് 16 സീറ്റിൽ കോൺഗ്രസ്, ലീഗിന് 3-ാം സീറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ പ്രവർത്തകർ വല്ലാതൊരു പ്രയാസത്തിലായി. അതവർ 5-ാം തീയതി സൂചിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഹൈക്കമാൻഡുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് നമുക്ക് 14-ാം തീയതി ഇരിക്കും. അപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമാണല്ലോ, നമ്മളൊക്കെ വിചാരിച്ച് ഫെബ്രുവരി 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പറയുന്നു മാർച്ച് മാസത്തിലേ ഉള്ളൂ, തിരക്കില്ലല്ലോ. ഈ സിറ്റിംഗ് MP-മാരുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പാക്കൂ എന്ന് താങ്കൾ പറയുമ്പോൾ അവരുടെ വിജയസാധ്യത കൂടി ഉറപ്പാക്കപ്പെടണമല്ലോ. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് തന്നെ നടത്തിയിട്ടുള്ള സർവേ ഉണ്ട്, വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള സർവേ ഉണ്ട്. അവിടെ ചിലയിടങ്ങളിൽ കോൺഗ്രസിന് ക്ഷീണം പറ്റാമെന്നും തോൽവി സംഭവിക്കാമെന്നും ഒക്കെയുള്ള ചില അഭിപ്രായ സർവേകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴും ശ്രീ കെ മുരളീധരൻ പറയുന്നത് സിറ്റിംഗ് സീറ്റുകളെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതേ സ്ഥാനാർത്ഥികൾ മത്സരിക്കട്ടെ എന്നാണ്. അത് തമ്മിലൊരു മിസ്മാച്ച് ഉണ്ടല്ലോ. എന്തായിരിക്കണം മാനദണ്ഡം? വാട്ട് ഷുഡ് ബി ദി ക്രൈറ്റീരിയ? അത് വിജയം തന്നെയാണ് മാനദണ്ഡം. പക്ഷേ ഇപ്പോഴത്തെ എല്ലാ MP-മാരും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശ്രദ്ധിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പരാജയം എന്ന് ഒരിക്കലും ഒരു റിപ്പോർട്ടിലും പറയുന്നില്ല. പിന്നെ പഴയൊരു അന്തരീക്ഷം, അതായത് അന്നത്തെ ശബരിമല ഇഷ്യൂ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുള്ള അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട്, ഇതെല്ലാം കുറേ അനുകൂല വേവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇത്തവണ ഉണ്ടാവണമെന്നില്ല. എങ്കിലും MP-മാരുടെ പെർഫോമൻസിനെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റുന്നതിന് പാർട്ടിക്കൊരു പ്രയാസവും ഇല്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഇങ്ങനെ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ കനകപുരൻ്റെ അങ്ങനത്തെ റിപ്പോർട്ടേ വന്നിട്ടില്ല. റിപ്പോർട്ട് വന്നാൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് പരിഗണിക്കുമല്ലോ. അങ്ങനത്തെ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അല്ല, MP-മാരുടെ മണ്ഡലത്തിലെ പ്രകടനം മാത്രം വെച്ചായിരിക്കുമോ ശരി കെ മുരളീധരൻ ഇക്കുറി വോട്ടർമാർ വോട്ട് ചെയ്യുക? ഒന്ന് പൊതുവായിട്ടുള്ള രാഷ്ട്രീയ നയം പരിശോധിക്കും, പെർഫോമൻസ് ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് അതൊരു രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. ഞാൻ ഇന്നൊരു പ്രധാന പത്രത്തിൽ വായിച്ചത് MP-മാരെ കുറിച്ച് അധിക്ഷേപിക്കുന്ന വാർത്തകൾക്ക് പ്രയോറിറ്റി നൽകാൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ അവർക്ക് എന്തുമാത്രം കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. 18 UDF-ൻ്റെ MP-മാരുടെയും ദോഷങ്ങൾ അതാത് നിയോജകമണ്ഡലത്തിൽ പ്രചരിപ്പിക്കുക, അങ്ങനെയൊന്നും ചിലത് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയം വരുമ്പോൾ അതിനെയൊക്കെ ഞങ്ങൾക്ക് നേരിടാൻ കഴിയുന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതിന് ഇങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള വഴിയിലേക്ക് അവരും പോകാൻ പാടില്ല. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് ചാടിപ്പോയെന്നല്ല, മറുകണ്ഠം പോയ ഒരാളാണല്ലോ തോമസ് ചാഴിക്കാടൻ. ഞങ്ങളൊരിക്കലും അദ്ദേഹത്തിനെ കുറിച്ച് ആ രീതിയിൽ ആക്ഷേപം പറയില്ല. അപ്പോൾ അത് രാഷ്ട്രീയത്തിൽ ശരിയല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തമായി പാർട്ടിയുടെ നയം, മുന്നണിയുടെ നയം,
അത് വിശദീകരിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തുന്നത് ശരിയല്ല. പ്രാദേശികമായിട്ടൊക്കെ വിമർശിക്കാം, ഞാനതിന് തെറ്റൊന്നും പറയുന്നില്ല. മനസ്സിലായി. ലീഗിന്റെ 3ാം സീറ്റ് എന്ന ആവശ്യത്തോട് ഇക്കുറി കോൺഗ്രസിന് വഴങ്ങേണ്ടി വന്നാലും അതിൽ തെറ്റില്ല. അല്ല, വഴങ്ങേണ്ടി വന്നാൽ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം മുമ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് തെറ്റ് പറഞ്ഞുകൂടാ. പക്ഷേ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത ഉണ്ടാക്കും. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, അതിൻ്റെ ഒരു തർക്കം UDF ഉണ്ടാവില്ല. ലീഗിന്റെ ആവശ്യം ന്യായമാണ്, അങ്ങനെയാണെങ്കിൽ INTUCയുടെ ആവശ്യവും ന്യായമാണ് എന്ന് ശ്രീ കെ മുരളീധരൻ പറയുമ്പോൾ ചന്ദ്രശേഖരൻ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ പറയാം, INTUCക്ക് അഭിപ്രായം പറയാം, ഒരു തെറ്റുമില്ല. സീറ്റ് ആവശ്യപ്പെടാം, അതിലും തെറ്റില്ല. പക്ഷേ തന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സീറ്റിലും മത്സരിക്കുന്നു പറയാനുള്ള അവകാശമില്ല. അതിനേക്കാൾ ഒരു ഗൗരവമായിട്ടുള്ള വിഷയം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുന്ന ഒരാളാണ് ശ്രീമാൻ NK പ്രേമേന്ദ്രൻ. ഇപ്പം തന്നെ ഇന്നലെ തന്നെ കണ്ടു, വൈറ്റ് പേപ്പറിൽ ശക്തമായിട്ടുള്ള നിലപാട് അവിടെ അവതരിപ്പിച്ചു. അങ്ങനെയുള്ള പ്രേമേന്ദ്രൻ ഒന്നും ചെയ്യാത്ത MP ആണെന്നൊക്കെ അദ്ദേഹത്തിന് അധിക്ഷേപിക്കുമ്പോൾ അതൊന്നും ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇത്രയേറെ ശക്തമായിട്ട് BJPക്കെതിരെ, സർക്കാരിനെതിരെ മോഡിയുടെ സാന്നിധ്യത്തിൽ വിമർശനം നടത്തിയ ഒരാൾ എങ്ങനെയാണ് കൊള്ളരുതാത്തൊരു MP ആവുന്നത്? അത് തികച്ചും ദൗർഭാഗ്യകരമാണ്. പാർട്ടിയുടെ കാര്യങ്ങൾ ഇപ്പോൾ 16 മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. പക്ഷേ ഒരു ഘടകകക്ഷി നേതാവ്, അത് നല്ലൊരു പെർഫോമൻസ് നടത്തുന്ന ഒരു MP, അദ്ദേഹത്തിന് നാളെ ശത്രുക്കൾക്ക് അടിക്കാനുള്ള ഒരു വടി കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒട്ടും ശരിയല്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു MP ആണ് ശ്രീമാൻ NK പ്രേമേന്ദ്രൻ. അത് ആരെന്ത് പറഞ്ഞു? INTUCക്ക് മറ്റൊരു കാര്യം അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നിരന്തരം തടയപ്പെടുകയാണ്, നിരന്തരം ആവശ്യം ഉന്നയിച്ചു. അവർക്കും ഒരു സീറ്റ് ആവശ്യപ്പെടാനുള്ള ഒരു ന്യായമായ സാഹചര്യം ഇല്ലേ ഇപ്പോൾ? ഞാനൊരു കാര്യം പറയാം, ഈ കോൺഗ്രസ്സിലൊരു വ്യത്യാസമുള്ളത്, INTUCയുടെ ഇപ്പോൾ പ്രസിഡൻ്റ് ഒഴികെയുള്ള മറ്റു പല ഭാരവാഹികളും കോൺഗ്രസിൻ്റെ കൂടെ ഭാരവാഹിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, ദീർഘകാലം നിയമസഭയിൽ അംഗമായിരുന്ന വർക്കല കഹാർ INTUCയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ദീർഘകാലം MLA എന്ന PJ ജോയി INTUCക്കാരനായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് എൻ്റെ ലീഡർഷിപ്പ് K കരുണാകരനല്ലേ കേരളത്തിൽ INTUC ഉണ്ടാക്കിയത്, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായില്ലേ. അപ്പോൾ നിരന്തരം തഴയപ്പെടുന്നു എന്നുള്ളതിന് വാസ്തവമില്ല. പക്ഷേ INTUCയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്, VP മരക്കാർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മിറ്റി ഉള്ളപ്പോഴാണ് ഞാൻ കൂടെ ഉൾപ്പെടെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് VP മരക്കാരനെന്ന് വടക്കേക്കര സീറ്റ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് 4 പേരെ, അന്ന് കോൺഗ്രസ്സിലെ ഏറ്റവും ഗ്രൂപ്പുള്ള കാലമാണല്ലോ, ഞങ്ങൾ 4 പേരെ ചുമതലപ്പെടുത്തി മറ്റേ സംസ്ഥാന നേതൃത്വം. ഞാൻ VC ചാക്കോ, MM ഹസൻ, ഉമ്മൻചാണ്ടി, ഞങ്ങൾ ഇരുന്നിട്ടാണ് ഡിസ്പ്യൂട്ടുള്ള സീറ്റുകൾക്ക് പരിഹാരം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഞാറക്കൽ വന്നപ്പോൾ, അല്ല അന്ന് വടക്കേക്കര, വടക്കേക്കരയും ഞാറക്കലും ഒരു ഡിസ്പ്യൂട്ട് വന്നു. അപ്പം ഞാറക്കൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാറക്കൽ അന്ന് മാലിപ്പുറം ഭാസ്കരനെ മറ്റാണെന്ന് ഈ ഗ്രൂപ്പ് ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ഡോക്ടർ കുട്ടപ്പനെ അന്ന് ഈ വിഭാഗക്കാരും ആവശ്യപ്പെട്ടു. ഇവിടെ VP മരക്കാരനെയും മറുഭാഗത്താരാന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല, അങ്ങനെ 4 പേര് ഡിസ്പ്യൂട്ട് വന്നു. ഞങ്ങൾ അവസാനം സെറ്റിൽ ചെയ്തു, ഡോക്ടർ കുട്ടപ്പന് ഞാറക്കൽ കൊടുക്കാനും VP മരക്കാർക്ക് വടക്കേക്കര കൊടുക്കണം. പക്ഷേ ദൗർഭാഗ്യവശാൽ നിസ്സാര മാർജിന് വടക്കേക്കരയിൽ പരാജയപ്പെട്ടു, ഞാറക്കൽ കുട്ടപ്പൻ ജയിച്ചു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അന്ന് ധനപാലനാണ് എൻ്റെ ഓർമ്മ, വടക്കേക്കര KP ധനപാലനെയും VP മരക്കാറും പാനലിൽ വന്നു. മറ്റേ ഭാഗത്ത് ഡോക്ടർ കുട്ടപ്പനും മാലിപ്പുറം ഭാസ്കരനും വന്നു. കുട്ടപ്പനും VP മരക്കാർക്കും സീറ്റ് കൊടുത്തു. അപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റിനും സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ അവകാശവാദത്തിൽ വലിയ നിരന്തരം തഴയപ്പെടുന്നു എന്നുള്ള അർത്ഥമില്ല. ഈ കിട്ടിയ ഒരുപാട് ആൾക്കാർ INTUCക്കാരായിരുന്നു. INTUC സ്ഥാപിച്ച K കരുണാകരൻ 4 തവണ മുഖ്യമന്ത്രിയായി. താങ്കളായാലും ശശി തരൂരായാലും രാമഭക്തരാണ് എന്ന് പരസ്യമായി പറയേണ്ടി വന്നത് ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണെന്ന് ഇപ്പോൾ ഈ അഭിമുഖത്തിൽ തന്നെ താങ്കൾ വിശദീകരിച്ചു. പക്ഷേ നിങ്ങൾ രണ്ടുപേരെ കുറിച്ചും ഒരുപോലെ ഉണ്ടായ ഒരു ആക്ഷേപം RSSുമായി നിങ്ങൾ ചർച്ച നടത്തി എന്നുള്ളതായിരുന്നു. ഞാൻ പറയാം, കേരള രാഷ്ട്രീയത്തിൽ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിന്ന കാലത്ത് പോലും ഞാൻ ചർച്ച നടത്തിയിട്ടില്ല. 2 മുന്നണി ഇല്ലാതെ നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. DIC ആയപ്പോഴും പിന്നീട് NCP ആയപ്പോഴും ഒരു വർഷം പൂർണ്ണമായി എല്ലാത്തിനും വിട്ടുനിന്ന അവസരം. ആ സമയത്ത് പോലും ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പോൾ BJPക്കാരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് ആരാ? ഞാനല്ലേ.
പലരും പരസ്യമായിട്ട് പറഞ്ഞു വടകരയിൽ ഞങ്ങൾ വോട്ട് മറിച്ചു കൊടുക്കും, കാരണം ഞങ്ങളുടെ അക്കൗണ്ട് ഇല്ലാതാക്കിയ ആളാണ് കെ മുരളീധരൻ. അങ്ങനെയുള്ള ഞാനെങ്ങനെയാണ് അവർ ചർച്ച നടത്തുക? ആ പറയുന്നതിൽ അർത്ഥവുമില്ല. അങ്ങനെ അമ്പലത്തിൽ പോകുന്നവരെയൊക്കെ RSS ആക്കാൻ നോക്കിയാൽ അവരാണ് ഏറ്റവും വലിയ എന്താ പറയേണ്ടത് വർഗീയവാദികൾ.